ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വനിതാ ശിശു വികസന വകുപ്പിലും ഗ്രാമപഞ്ചായത്തിലും ആയുഷ് മിഷനിലും സർക്കാർ ആശുപത്രിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക. അടിസ്ഥാന യോഗ്യത 7ാം ക്ലാസ്സാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. +2 ഗവൺമെൻറ് അംഗീകൃത GNM കോഴ്സ് അല്ലെങ്കിൽ BSc നഴ്സിംഗും നഴ്സിംഗ് കൗൺസിൽ അംഗീകാരവുമാണ് യോഗ്യത വരുന്നത്. പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകളും സഹിതം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ഓഫീസിൽ ഒക്ടോബർ 28 രാവിലെ 11 മണിക്ക് ഹാജരാകണം. അടുത്തത് മലപ്പുറം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. 2025 ഒക്ടോബർ 1 40 വയസ്സ് കവിയാത്ത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. BA സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്നിവയിൽ ബിരുദമുള്ളവർക്കും എമർജൻസി ഹെൽപ്പ് ലൈനുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. താല്പര്യമുള്ളവർ ഒക്ടോബർ 29 രാവിലെ 10 മണിക്ക് മഞ്ചേരി മിനി സിവിൽ സ്റ്റേഷനിൽ 3ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലക്കിടി അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. SLC, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, PG, MBA യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ സഹിതം ഒക്ടോബർ 27 രാവിലെ 9:30 ലക്കിടി അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ 200-ലധികം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലെ പട്ടയ മിഷന്റെ ജോലികൾക്കായി സർവേയർ, ചെയിൻമാൻ, ഹെൽപ്പർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഒക്ടോബർ 29 രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ITI സർവേ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മോഡേൺ സർവേ കോഴ്സ് ആർ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് യോഗ്യതയുള്ളവർക്കായി സർവേയർ തസ്തികയിലേക്കും, SLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ചെയിൻമാൻ അല്ലെങ്കിൽ ഹെൽപ്പർ തസ്തികയിലേക്കും, KGTE മലയാളം, ഇംഗ്ലീഷ് ലോവർ വേഡ് പ്രോസസ്സിംഗ് യോഗ്യതയുള്ളവർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സഹിതം ഇൻ്റർവ്യൂ ഹാളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന കാക്കൂർ ആയുഷ് സിദ്ധ ഡിസ്പെൻസറിയിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ, നൊച്ചാട് ആയുർവേദ ആശുപത്രി ഫിസിയോതെറാപ്പി യൂണിറ്റിനായി മൾട്ടിപർപ്പസ് വർക്കർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഭിമുഖത്തിനായി ഒക്ടോബർ 27 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് യൂണിറ്റ്, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ആയുർവേദ ആശുപത്രി, ബഡ് റോഡ്, വെസ്റ്റ് ഹിൽ, ചുങ്കം എന്ന വിലാസത്തിൽ ഹാജരാവണം. മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ യോഗ്യത ANM അല്ലെങ്കിൽ GNM നഴ്സിംഗും MS ഓഫീസ് പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. മൾട്ടിപർപ്പസ് വർക്കർ യോഗ്യത അസിസ്റ്റന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് യോഗ്യതയും BHSC സർട്ടിഫിക്കറ്റുമാണ്. ANM യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകർ അഭിമുഖ വേളയിൽ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുവരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ കോഴിക്കോട് ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ അറ്റൻഡർ, ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഭിമുഖം ഒക്ടോബർ 27 രാവിലെ 10 മണിക്ക് ജില്ലാ ആയുർവേദ ആശുപത്രി, ബഡ് റോഡ്, വെസ്റ്റ് ഹില്ലിൽ നടക്കും. അറ്റൻഡർ അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 30/9/2025 40 വയസ്സിൽ കവിയരുത്. ഫിസിയോതെറാപ്പിസ്റ്റ് അപേക്ഷകർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഫിസിയോതെറാപ്പിയിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. പ്രായപരിധി 30/9/2025 40 വയസ്സിൽ കവിയരുത്. അപേക്ഷകർ ഇൻ്റർവ്യൂവിനോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ കോപ്പികളും സമർപ്പിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് കൊല്ലം കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജ് ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. കോളേജുകളിൽ സെക്യൂരിറ്റി ഗാർഡായി നിന്നവർ അല്ലെങ്കിൽ വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഒക്ടോബർ 27 രാവിലെ 10:30 പ്രിൻസിപ്പൽ മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവണം. വിശദ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഹരിതകർമ്മസേന വാഹനത്തിലേക്ക് ഡ്രൈവർ തസ്തികകളിലെ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായ മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഒക്ടോബർ 28 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാകണം. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ മുമ്പ് ജോലി ചെയ്തവർക്ക് മുൻഗണന നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പ്രോജക്റ്റ് അസിസ്റ്റന്റിന്റെ യോഗ്യത വരുന്നത് സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കമേഴ്സ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള ബിരുദവും ഒപ്പം 1 വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പാസ്സായിരിക്കണം. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ യോഗ്യത വരുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, IHRD, കേരള സർക്കാർ നൽകുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ത്രിവത്സര ഡിപ്ലോമ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദം നേടിയ ശേഷം ഏതെങ്കിലും സർവകലാശാല അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൺട്രോളർ, IHRD, LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള 3 സെമസ്റ്ററിൽ കുറയാത്ത മുഴുവൻ സമയ PG DCA PDSC അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദമാണ്. അല്ലെങ്കിൽ ഭാരത സർക്കാരിൻ്റെ DOE ACCയിൽ നിന്നുള്ള A അല്ലെങ്കിൽ B ലെവൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുമുള്ള ബിരുദമാണ്. പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവ് അനുവദിക്കും. ഡ്രൈവർ, ഹരിതകർമ്മസേന വാഹനത്തിലേക്ക് യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നത് അനുവദിച്ചുകൊണ്ടുള്ളത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രാബല്യത്തിലുള്ളതുമായ നിലവിലുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായം 18 മുതൽ 41 വയസ്സ് വരെയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.